ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജിയിലെ വ്യവഹാരവാദം, കഴിഞ്ഞ ക്ലാസ്സിൽ വ്യവഹാരവാദമായ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബന്ധസിദ്ധാന്തം, ശ്രമപരാജയ സിദ്ധാന്തത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. തോണ്ടേക്കിൻ്റെ സിദ്ധാന്തമാണിത്. ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം എന്നും ഇതിന് പേരുണ്ട്. തോണ്ടേക്കിൻ്റെയാണ് ഈ ഒരു സിദ്ധാന്തം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. ബന്ധസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? തോണ്ടേക്ക് തന്നെയാണ് കേട്ടോ. ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചു ഇദ്ദേഹം. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനമെന്ന് അഭിപ്രായപ്പെട്ടത് എഡ്വേർഡ് തോണ്ടേക്കാണ് കേട്ടോ. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനമെന്ന് അഭിപ്രായപ്പെട്ടത് എഡ്വേർഡ് തോണ്ടേക്കാണ് കേട്ടോ. പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അത് തിരുത്തി പഠനത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് ശ്രമപരാജയ സിദ്ധാന്തം. എന്താണ് ശ്രമപരാജയ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അത് തിരുത്തി പഠനത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് ശ്രമപരാജയ സിദ്ധാന്തം. ഈ ശ്രമപരാജയ സിദ്ധാന്തം പരീക്ഷണം നടത്തിയത് പൂച്ചയിലാണ് കേട്ടോ. തോണ്ടേക്ക് ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ പരീക്ഷണം നടത്തിയതില്ലേ, അത് പൂച്ചയിലാണ്. നമുക്കറിയാം പൗരാണിക അനുബന്ധ സിദ്ധാന്തം ആരുടെയാണ്? പാവ്ലോൻ്റെയാണ് അല്ലേ. അദ്ദേഹം ഏത് മൃഗത്തിലാണ് പരീക്ഷണം നടത്തിയത്? ഓർമ്മയുണ്ടോ? പട്ടിയിലാണ് അല്ലേ, പാവ്ലോ പട്ടി. ഓക്കെ, ഇത് ശ്രമപരാജയ സിദ്ധാന്തമാണ്. ഇത് പരീക്ഷണം നടത്തിയത് പൂച്ചയിലാണ്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തമാണ് സംബന്ധ സിദ്ധാന്തം, ബന്ധസിദ്ധാന്തം, ശ്രമപരാജയ സിദ്ധാന്തം. ഇത് മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തം ഏതൊക്കെയാണ്? ഈ മൂന്നും സിദ്ധാന്തങ്ങളും ഒന്ന് തന്നെയാണ്, വേറെ വേറെ പേരുകളാണ് കേട്ടോ. സംബന്ധ സിദ്ധാന്തം, ബന്ധസിദ്ധാന്തം, ശ്രമപരാജയ സിദ്ധാന്തം. പ്രശ്നപേടകത്തിലെ പൂച്ച, ആ ഒരു പരീക്ഷണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പരീക്ഷണത്തിൽ നിന്ന് തോണ്ടേക്ക് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ ശ്രമത്തിലും പൂച്ച കൂടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സമയം കുറയുന്നു. ഓരോ ശ്രമത്തിലും പൂച്ച കൂടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള സമയം കുറയാണ് ചെയ്യുന്നത്. ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു. അപ്പം ശരിയായത് മാത്രം സ്വീകരിക്കുക, തെറ്റായതെന്താ, അത് വേണ്ട, മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പരീക്ഷണവുമായി ബന്ധപ്പെട്ട തോണ്ടേക്കിൻ്റെ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൽ പാവ്ലോൻ്റെ നിയമങ്ങൾ നോക്കിയില്ലേ, അതേപോലെ തന്നെ തോണ്ടേക്കിൻ്റെ ഈ ഒരു പരീക്ഷണത്തിനും എന്തുണ്ട്? നിയമങ്ങളുണ്ട്. അതും കൂടെ നോക്കാം കേട്ടോ. ബഹുവിധ പ്രതികരണ നിയമം. ബഹുവിധ പ്രതികരണ നിയമം എന്താണ്? ബഹുവിധ പ്രതികരണ നിയമം, വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിൽ എത്തും മുമ്പ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു കണക്ക് ചെയ്യുകയാണ്. ഈ കണക്ക് നമുക്ക് അറിയത്തില്ല, പക്ഷേ ഈ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല റൂട്ടുകൾ നോക്കും അല്ലേ, പല രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കും. പക്ഷെ ഒരു ശരിയായ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും അല്ലേ, എപ്പോഴായാലും എത്തും. പക്ഷെ അതിനു മുൻപ് പല രീതികൾ നമ്മൾ ട്രൈ ചെയ്യാറില്ലേ, അതാ പറയുന്നത് ബഹുവിധ പ്രതികരണ നിയമം. വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിൽ എത്തും മുൻപ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് മനോഭാവ നിയമം. എന്താണ് മനോഭാവ നിയമം? പഠനത്തിൽ വ്യക്തിയുടെ മനോഭാവം അല്ലെങ്കിൽ മനോനില നിയന്ത്രിക്കുന്നു. ചെയ്യേണ്ട പ്രവൃത്തിയോട് ആരോഗ്യകരമായ മനോഭാവം വളർത്തിയാൽ പഠിതാവ് ആ പ്രവൃത്തി നന്നായി ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യകരമായ മനസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രവൃത്തിയോട് അല്ലേ, ഇഷ്ടത്തോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്താണ്? നല്ല രീതിയിൽ അല്ലേ, നല്ല രീതിയിൽ അല്ലെങ്കിൽ വൃത്തിക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ മനോഭാവ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നിയമം സാദൃശ്യ നിയമം അല്ലെങ്കിൽ സാമ്യ പ്രതികരണ നിയമം. എന്താണ് സാമ്യ പ്രതികരണ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം? വ്യക്തി ഒരു നൂതന സന്ദർഭത്തോട് പ്രതികരിക്കുന്നതിന് മുൻപ് സമാനമായ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ച പ്രതികരണത്തിൻ്റെ അടിസ്ഥാന തലത്തിലായിരിക്കും. ഇപ്പം ഒരു പ്രശ്നം വരികയാണ്, പ്രശ്നം പ്രതികരിക്കുന്നതിന് മുൻപ് ഇതേ പ്രശ്നം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അവിടെ പ്രകടിപ്പിച്ച പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെയും പ്രകടിപ്പിക്കുക അല്ലേ. അതാ പറയുന്നത് താരതമ്യമാണ് പ്രതികരണങ്ങൾക്ക് ആധാരം. അപ്പോൾ സാദൃശ്യ നിയമത്തിൽ താരതമ്യമാണ് പ്രതികരണങ്ങൾക്ക് ആധാരം എന്നുകൂടെ പറയുന്നുണ്ട്. അടുത്തത് ധ്രുവീകരണ നിയമം. എന്താണ് ധ്രുവീകരണ നിയമം? ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചത് അതേ ദിശയിലുള്ള ബന്ധനം വിപരീത ദിശയിലുള്ളതിനേക്കാൾ എളുപ്പമായിരിക്കും. ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ച് അതേ ദിശയിലുള്ള ബന്ധനം വിപരീതം ഓപ്പോസിറ്റ് ഉള്ളതിനേക്കാൾ എന്തായിരിക്കും? എളുപ്പമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
അടുത്ത നിയമം ഘടകങ്ങളുടെ പ്രഭാവ നിയമം. എന്താണ്? പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തിരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്നു. പഠിതാവ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുകയും പഠന സന്ദർഭത്തിലെ പ്രഭാവ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുകയും തൻ്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അതായത് പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വന്തമായി തിരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കും. അതുപോലെ തന്നെ പഠിതാവ് ഇൻസൈറ്റ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഉൾക്കാഴ്ചയിലൂടെ പ്രഭാവ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുകയും തൻ്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണ്ണയിക്കുകയും ചെയ്യുകയാണ് ഘടകങ്ങളുടെ പ്രഭാവ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സംയോജിത വ്യതിയാന നിയമം. പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാം. എന്തുണ്ടെങ്കിൽ പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് പറയുന്നത് സംയോജിത വ്യതിയാന നിയമം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രസക്തികളാണ്. നോക്കാം. പഠിതാവിന് പഠന സന്നദ്ധത ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ നമ്മൾ വേഗം പോയി ക്ലാസ് എടുക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല അല്ലേ. പഠിതാവിന് പഠനത്തിൽ താല്പര്യം, സന്നദ്ധത അല്ലേ, പഠന സന്നദ്ധത ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം? പഠന പ്രക്രിയയിൽ സ്വതന്ത്രമായി ഏർപ്പെടാൻ പഠിതാവിനെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ. സ്വതന്ത്രമായിട്ട് ഏർപ്പെടാനായിട്ട് പഠിതാവിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെന്തൊക്കെ ചെയ്യാം? ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കണം. അപ്പം ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനം കൊടുത്തിട്ടും അവർക്കുള്ള അംഗീകാരം നൽകിയും ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കാം അല്ലേ. അടുത്തത് ഫലപ്രദമായ പഠനത്തിനും പഠിച്ച കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാനും ഉപയോഗം സഹായിക്കുന്നു. അതായത് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. പരിശീലനം അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഫലപ്രദമായ പഠനത്തിനും പഠിച്ച കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാനൊക്കെ സഹായിക്കുന്നത്. എന്താണ്? ഈ ഉപയോഗമാണ് അല്ലേ, യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് മുന്നനുഭവങ്ങളെ ഉപയോഗിക്കുക വഴി നിർദ്ദിഷ്ടമായ പുതിയ വ്യവഹാരം പഠിക്കാനുള്ള സന്നദ്ധത ജനിപ്പിക്കും. അതായത് മുന്നനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം പഠിപ്പിക്കാൻ. എങ്കിൽ മാത്രമാണ് പഠിക്കാനുള്ള സന്നദ്ധത കുട്ടികളിൽ ജനിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഒരേ ചോദകത്തിന് ശരിയായ പ്രതികരണത്തിൽ എത്തും മുൻപ് വിവിധ തരം പ്രതികരണങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്തത് കൂടുതൽ പരിശ്രമം കൂടുതൽ പഠനത്തിന് സഹായിക്കുമെന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ പഠന പുരോഗതി എളുപ്പമോ ക്രമീകൃതമോ ആയിരിക്കില്ല. നമ്മുടെയൊക്കെ വിചാരം അങ്ങനെയാണ് അല്ലേ. കൂടുതൽ പരിശ്രമിച്ചാൽ കൂടുതൽ പഠനത്തിന് സഹായിക്കുമെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. പക്ഷെ അങ്ങനെയല്ല. അത് പഠന പുരോഗതി എളുപ്പമോ ക്രമീകൃതമോ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ പരിശ്രമം കൂടുതൽ പഠനത്തിന് സഹായിക്കുമെന്നുള്ള പൊതുവായുള്ള ധാരണ ഇവിടെ ശരിയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം, തോണ്ടേക്കിൻ്റെ ശ്രമപരാജയ സിദ്ധാന്തത്തിൽ പറയാനുള്ളത്. ഇതിലെ നിയമങ്ങളും അതുപോലെ തന്നെ പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ് തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങളും വിദ്യാഭ്യാസപരമായ പ്രസക്തി അല്ലേ, അത് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയുള്ള അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏതാണ് പഠിക്കാൻ പോകുന്നത്? പ്രവർത്തനാനുബന്ധ സിദ്ധാന്തമാണ് കേട്ടോ. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തമാണ്. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.